രേണു സുധി ഇതിനു മുമ്പ്, അതായത് സുധിച്ചേട്ടനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു വിവാഹം നടന്നിട്ടുണ്ടോ? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയുന്ന പോലെ ആൾക്ക് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആളെന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്തും വന്നോട്ടെ, അത് നമ്മുടെ ലൈഫ് മാത്രം മുന്നോട്ട് കൊണ്ടുപോവാ, അതിനെപ്പറ്റി ഒന്നും കൂടുതൽ നമ്മൾ ചെയ്യണ്ട. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. എന്നെ നിയമപരമായിട്ട് കല്യാണം കഴിച്ചതും എന്റെ കഴുത്തിൽ താലി കെട്ടിയതും ഒരേ ഒരാളെ ഉള്ളൂ, സുധിച്ചേട്ടൻ. ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ? ഞാൻ കണ്ടത് ഒളിഞ്ഞും മറിഞ്ഞും ഒരു ഉത്തരം പറയാതെ കൃത്യമായിട്ട് ഉത്തരം പറയാം എന്ന് പറയുന്ന ഒരാളെ ഞാൻ അങ്ങനെ ആരെയും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഇല്ല. ലിവിംഗ് ടുഗദർ കോൺസെപ്റ്റിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലൊരു ബന്ധം ഉണ്ടായിട്ടുണ്ടോ? അതെല്ലാം ഞാൻ പറഞ്ഞു, എന്നെ വിവാഹം കഴിച്ച സുധിച്ചേട്ടൻ മാത്രമാണ്. അത് ഓക്കെ, അത് കണക്ഷൻ ശരിയാവുന്നില്ലല്ലേ? അല്ല, ഇനി തിരിച്ചും മറിച്ചും ചോദിച്ചാൽ ഈ ഉത്തരം എന്റെ കയ്യിലുള്ളൂ. അതിന് അത് ഒറ്റ കൺക്ലൂഷനിൽ അതൊരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടി. തൽക്കാലം അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. തൽക്കാലം അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോഴാണ് ഇതിനകത്ത് ഒരു സംശയം ജനിക്കുന്നത്. സംശയം ജനിക്കും, കാരണം നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ, നല്ല ഓണായിട്ടിരുന്നിട്ട് ഇപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇല്ലില്ല, അതല്ല, അത് കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ്. അതിപ്പം നമുക്കത് ക്ലാരിഫിക്കേഷൻ നടത്താൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇപ്പൊ അത് പറയാൻ. അവിടെ ഇവിടെയും തൊടാത്ത രീതിയിലാണല്ലോ ഉത്തരം. എന്നാലും ഉത്തരം പറഞ്ഞല്ലോ, അത് ഉത്തരമായിട്ടില്ല. അത് ശരി. അപ്പൊ ഇവിടെ ആർക്കും എന്നെ വിശ്വാസമല്ലേ? ശരി, എങ്ങനെ വിശ്വസിക്കും? അങ്ങനെ ഒരാളില്ല എന്ന് പറയാത്തോളം കാലം സ്വാഭാവികമായിട്ടും ഉണ്ടാവാം, ഉണ്ടാതിരിക്കും. അപ്പൊ പക്ഷെ അതിനകത്ത് ഉണ്ടാവാം എന്നൊരു ധ്വനിയാണ് കൂടുതൽ വരുന്നത്. കൂടുതൽ വന്നോട്ടെ, എന്തായാലും ഞാൻ പിന്നീട് പറയുമല്ലോ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.